വിട്ടു ബഹാനെ ബാസ്. തിങ്കൾ മുതൽ വെള്ളി വരെ വൈകുന്നേരം 8 മണിക്ക് നിഖിൽ. Watch full episodes on Jio Hotstar. അത് കണ്ടില്ലേ ബോസ്, കാറിനെ ടേൺ ചെയ് പെട്ടെന്ന്. അവസാനം ശിവയെ ഞാൻ താഴെ വീഴ്ത്തി. മെഡൂസ, ഇനി അവനെ വച്ചേക്കരുത്. ശിവ, ഒന്നുകൂടെ പറക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾക്ക് ഫയർ ചെയ്യേണ്ടി വരും. മര്യാദയ്ക്ക് അവിടെ നിന്നോ. രേവ, നിങ്ങൾ എത്രയും പെട്ടെന്ന് സ്ഥലം വിടുന്നതാ നല്ലത്. അവരെ കണ്ണിൽ നിങ്ങൾ ആരും പെടാൻ പാടില്ല. ഞാൻ പെട്ടെന്ന് വന്നേക്കാം. പക്ഷേ ശിവ, നിന്നെ ഒറ്റയ്ക്കായിട്ട് എങ്ങനെ ഞങ്ങൾ പോവാ? ഇപ്പൊ അത്യാവശ്യം ഗാഡ്ജറ്റ് രക്ഷിക്കേണ്ടതാണ്. വേഗം പോവാനാ പറഞ്ഞത്. ഞാൻ തീർച്ചയായിട്ടും മടങ്ങി വരും. ഗാഡ്ജറ്റ് എവിടാണുള്ളത്? ഓ നോ, പ്ലെയിൻ താഴെ വീഴുന്നതിന് മുൻപ് താഴെ നന്നായിട്ട് തട്ടി. അപ്പൊ ഇത് തുറന്നു കാണും. അപ്പോ ഇതിന്റെ അകത്തുണ്ടായിരുന്ന ഗാഡ്ജറ്റ് താഴെ എവിടെയെങ്കിലും വീണിട്ടുണ്ടാവാനാണ് സാധ്യത. ശിവ, അവിടെ നിൽക്കാനാ പറഞ്ഞ, ഇല്ലെങ്കിൽ ഞാൻ ഫയർ ചെയ്യും. അതെ, വെളിച്ചം വന്നു കഴിഞ്ഞു. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെട്ടേ പറ്റൂ. മുത്തശ്ശ, ഇവിടെ നിങ്ങൾ? ലഡ്ഡു സിംഗ് സ്ഥലം പറഞ്ഞു തന്നു. നിങ്ങൾ പറഞ്ഞു തരാറില്ലല്ലോ. ശിവ, അവൻ വളരെ ശക്തിശാലിയാണ്. അതുകൊണ്ട് നിന്റെ അച്ഛൻ തയ്യാറാക്കിയ വേറൊരു ഗാഡ്ജറ്റ് കൂടി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ധരിച്ചാൽ നിനക്കവനെ നേരിടാൻ കഴിയും. ഈ ഗ്ലൗസിലും ഷൂസിലും നല്ല പവറുണ്ട്. ഒരു കുത്തുകൊണ്ട് നിനക്ക് ഏത് മെറ്റലിനെയും തകർക്കാൻ കഴിയും. താങ്ക് യു മുത്തശ്ശ. പക്ഷേ ഇനി ഇതിന്റെ ആവശ്യം വരുമെന്ന് തോന്നുന്നില്ല. നമ്മുടെ കയ്യിൽ ഗാഡ്ജറ്റ് കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മുടെ നാട്ടിലേക്ക് നമുക്ക് തിരിച്ചു പോകാം. എന്താ ഒരു ശബ്ദം? നമുക്ക് നോക്കാം. ശിവ, എനിക്ക് നിന്നോട് ഒരു ദേഷ്യവുമില്ല.
ആ ഗാഡ്ജറ്റ് എനിക്ക് തരൂ. എനിക്ക് എന്തെങ്കിലും ഒരു സാധനം ഇഷ്ടപ്പെട്ടാൽ അത് തീർച്ചയായും ഞാൻ വാങ്ങിച്ചിരിക്കും. ഇല്ലെങ്കിൽ ഞാൻ തട്ടിയെടുത്തിരിക്കും. പറയൂ, എന്തു വിലക്ക് നീ അതെനിക്ക് തരും? വില പറയൂ. ഇത് വിൽക്കാനൊന്നും പറ്റില്ല. എന്നാ പിന്നെ സംഭവിക്കുന്നതിന് നീ മാത്രമായിരിക്കും കുറ്റക്കാരൻ. നോക്കൂ, നമ്മുടെ അടുത്താകെ 10 മിനിറ്റേ ഉള്ളൂ മെഡൂസ. ആ ഗാഡ്ജറ്റ് തട്ടിയെടുത്ത് പെട്ടെന്ന് തന്നെ മെഷീനിൽ വെച്ചില്ലെങ്കിൽ റിസർവ് എനർജിയൊക്കെ മുഴുവനും തീർന്നു പോകും. പിന്നെ എല്ലാം തന്നെ അങ്ങ് പൊട്ടിത്തെറിക്കുന്നതായിരിക്കും. വേഗം രക്ഷപ്പെടാം നമുക്ക്. നിങ്ങൾ എന്തായി കാണിക്കുന്നത്? വേണ്ട വേണ്ട, വേണ്ടാന്ന് പറഞ്ഞില്ലേ? ഇതെങ്ങനെ ഡ്രൈവറില്ലാതെ വണ്ടി ഓടുന്നത്? ഒന്ന് നിന്നേ. വേഗം പോകാം, നമുക്ക് ആ കാറിൽ അവരെ പിന്തുടരേണ്ടിയിരിക്കുന്നു. എന്നെ വെച്ച് പന്തുകളി നടത്തുന്നത് നിങ്ങളൊന്ന് നിർത്തുന്നുണ്ടോ? I have still 5 minutes. ആ ഗാഡ്ജറ്റ് എനിക്ക് തരൂ കുട്ടേ, അല്ലെങ്കിൽ ഇന്ന് എല്ലാവരുടെയും കഥ ഞാൻ തീർത്തിരിക്കും. കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ. ഇതെന്ത് കുന്തുവാ? സാറേ, ഇനി വെറും 30 സെക്കൻഡ് മാത്രമേ ഉള്ളൂ.
കളി ഇപ്പോഴും അവസാനിച്ചിട്ടില്ല ശിവ. ശിവ, എന്റെ കയ്യിൽ നിന്നും നിനക്കിനി ഒരിക്കലും രക്ഷയില്ല. വേഗം ആ ഡയലോഗ് പറഞ്ഞേ. കുട്ടിയെന്ന് വിളിക്കരുത്, കുട്ടിയെന്ന് വിളിക്കരുത്. നീ ഭയങ്കര ബലശാലിയാണല്ലോ ശിവ. നിന്റെ ശക്തി ഞാൻ കുറച്ച് കാണിച്ചു തരാം മോനെ. വിട്ടയക്കൂ എന്റെ ശിവയെ, വിടാൻ. നിന്റെ ശക്തി മുഴുവനും പോയി ശിവ. നിന്നെ ഞെരിച്ചു കളയും ഞാൻ. ശിവയെ ദേവി ഇത് വിട്ടേക്ക്. ഇതാ ഈ ഗാഡ്ജറ്റ് എടുത്തോളൂ. ഇല്ല, നിങ്ങൾക്ക് ഗാഡ്ജറ്റ് തന്നല്ലോ, പിന്നെ എന്തിനാ ഈ ചതി ചെയ്തത്? ശിവ, ഇനി ഒരു പ്രാവശ്യം കൂടി പറഞ്ഞേ നീ കുട്ടിയെന്ന് വിളിക്കരുതെന്നെ. ഇതെന്താ ഈ സംഭവിക്കുന്നേ? കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. അങ്കിൾ, അങ്ങനെ എല്ലാ സാധനവും വിലക്ക് വാങ്ങിക്കാൻ വിചാരിക്കരുത്. അതുപോലെ തട്ടിപ്പറിച്ച് സ്വന്തമാക്കാമെന്നും വിചാരിക്കണ്ട. നിനക്കൊന്നും മനസ്സിലായില്ലേ? മനസ്സിലാവില്ല. നിന്നെ ജയിലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി മനസ്സിലാക്കി തരാം. വേഗം പോവാൻ. ഒരു പ്രാവശ്യം ഞാൻ ഇവനെ പാട്ട് കേൾപ്പിക്കാം. വേണ്ട, എനിക്ക് പാട്ട് കേക്കണ്ട. എന്നെ ജയിലിലേക്ക് കൊണ്ടുപോ. ആ സൈക്കിള് കിട്ടിയിരുന്നെങ്കിൽ. Watch India's largest kids library only on Jio Hotstar. Download the app now.